അപ്പം ഞാൻ റീസെൻ്റ്ലി സായി കൃഷ്ണൻ്റെ ഒരു വീഡിയോ കണ്ടു. സീക്രട്ട് ഏജൻ്റെ വൈഫ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കണ്ടു. അതിൽ ആദ്യമൊക്കെ സായി വീട്ടിനകത്ത് വന്ന് കുറേ എല്ലാം പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി തന്നെ ട്രോളിക്കൊണ്ടൊക്കെ കുറേ പറഞ്ഞതാണ്. ഇപ്പം ഏതാണ്ട് ട്രോള് കൂടി എല്ലാവരും വിമർശിക്കാൻ തുടങ്ങി, മൊത്തം നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയപ്പം പുള്ളിക്കാരത്തെ അതിപ്പം ആകെപ്പാട് എന്താ ചിലവർ പുറത്തിരുന്ന് റിവ്യൂ ചെയ്യുക, ഭർത്താവാണെങ്കിൽ വീടിനകത്ത് അങ്ങനെ ആയപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ഇറക്കിയ വീഡിയോയിൽ ഇങ്ങനെ സായിയെ പറ്റി വെള്ള പൂശാനായിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സായി ഭയങ്കര ജെനുവിൻ പേഴ്സണാണ്, അങ്ങനെ മറ്റുള്ളവർ അതായത് വിഷമിക്കുന്ന രീതിയിലൊന്നും വഴക്കുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും അങ്ങനെ ഒരു ഫൈറ്റോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിന് തക്ക റീസൺ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ വേണമെന്ന് വെച്ച് ഹേർട്ട് ചെയ്യുന്ന വിധത്തിൽ ഒന്നും ചെയ്യില്ല. അങ്ങനെയൊക്കെ നിറയെ അതായത് സായിയുടെ നല്ല വശങ്ങൾ മാത്രം, ഇപ്പോൾ മൊത്തം നെഗറ്റീവ് ആയതുകൊണ്ട് നല്ല വശങ്ങൾ മാത്രം പറയുന്ന ആ ഒരു ഇതാണ് കണ്ടത്. പിന്നെ അതേപോലെ ജയിലിൽ നോമിനേഷൻ നോമിനേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സായി പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തോളൂ എന്നൊക്കെ പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരത്തെയും പറയുന്നു. എന്തുകൊണ്ടാണ് സായി അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു കാര്യം മാത്രം പുള്ളി പറയുന്നുണ്ട്, സ്നേഹ പറയുന്നുണ്ട്. സോ അതിൽ നമ്മൾക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ, എന്തായാലും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ജയിൽ നോമിനേഷനിൽ ഇടും. അവരെ ഇടുന്ന കാര്യം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളായിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാണക്കേട് ഒഴിവാക്കാലോ എന്നാണ് സായി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് താഴെ കമൻറ്റ് ബോക്സിൽ വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.